രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ഇവരെന്നെ കൊല്ലാൻ വരുന്നേ. എന്തിനാടാ ഈ സാറേ ഇങ്ങനെ ഓടിക്കുന്നത്? പാവം തളർന്നു പോവില്ലേ? എണീക്ക്. നിർത്ത. അങ്ങനെ നീ തളർത്തിയാൽ തളരുന്നവനല്ലടാ ഈ ജോമോൻ. ഇവൻ എനം വേറെയാണ്. അത് പോട്ടെ. അല്ല സാറേ, മറ്റുള്ള എല്ലാ സാറന്മാരും നമ്മുടെ കയ്യിൽ നിന്ന് മാമൂല് വാങ്ങുന്നുണ്ട്. എന്താ സാറിന് പണം കഴിക്കൂ? അതും പോട്ടെ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഈ തേയിലക്കാടുകളിലൂടെ പകലന്തിയോളം കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് മേലുവേദന മാറ്റാൻ കുറച്ച് ചാരായം കാച്ചുന്നു. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അത് സർക്കാർ ചെയ്യാത്തോണ്ട് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അല്ലറ ചില്ലറ മൃഗവേട്ടയും കള്ളക്കടത്തും. അതിന് ഇവിടുത്തെ മെമ്പർ മുതല് മന്ത്രിമാര് വരെ പണം എണ്ണി വാങ്ങുന്നുണ്ട്. പിന്നെ സാറ് മാത്രം എന്തിനാ ഗാന്ധിയാവുന്നത്? അതാണ് ഈ ജബ്ബാറിന് പറ്റാത്തത്. ഈ നീലഗിരിക്കാടും അതിലെ സമ്പത്തും ഈ ജബ്ബാറിന് സ്വന്തം. എന്തിന് ഈ വെള്ളിമല ഗ്രാമത്തിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കണം. അതും പോട്ടെ, പിന്നെ നമ്മൾ എന്തിനാ മണിയ ഇവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇവൻ നമ്മളെ ഒറ്റ കൊടുത്തതല്ലേ? ഇവ ഒറ്റ കൊടുത്തു. എന്തിനാ ജോമോനെ നീ യൂദാസായത്? നീ ഇവിടുത്തെ ഏമന്മാരോട് ഞങ്ങളെ പറ്റി പറഞ്ഞു. അത് സാരമില്ല, അവര് ഞങ്ങളുടെ ആൾക്കാരാണ്. പക്ഷേ നാളെ നീ വേറെ ആരോടെങ്കിലും പറഞ്ഞാലോ? അത് പറ്റില്ല. അതുകൊണ്ട് സാറ് ചെല്ല്. ഇതിനെ ആ പുലിമടയിൽ കൊണ്ടുപോയി എറിയേ. പുലി തിന്നട്ടെ. വാപ്പാ എന്താ പറ്റിയത്? ഉമ്മ ഒന്നങ്ങോട്ട് വരി. എന്താ അങ്ങക്ക് പറ്റിയത്? പറയ്. എനിക്കൊന്നും പറ്റിയിട്ടില്ല. ജോർജ് വെള്ളെടുത്ത. എന്താ വാപ്പങ്ങൾ ഇങ്ങനെ വേർക്കണത്? പറയുന്നു. നിങ്ങൾ എന്തിനേലും കണ്ട് പേടിച്ചോ? നിങ്ങള് പുലിനെ കണ്ടോ?
പുലിനെയല്ല ഞാൻ കണ്ടത്. ആ കടുവ ജോമോ സാറ് കുത്തി കൊല്ലണത് ഞാൻ കണ്ടു. പഠിച്ചോനെ, എന്താ നമ്മളീ കേക്കണത്? പാവം, നല്ലൊരു സാറായിരുന്നല്ലോ അയാള്. നല്ല ആളായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നല്ലവരൊന്നും ഈ നാടിന് പറ്റൂലല്ലോ. വാപ്പാ, നിങ്ങളെ അവര് കണ്ടോ? എനിക്കറിയില്ല മോളെ, ഞാൻ അവിടുന്ന് ഇങ്ങോട്ടൊരു മരണപ്പാച്ചിട്ട് പറഞ്ഞതാ. ഓരിങ്ങളെ കാണാതിരുന്നാ മതിയായിരുന്നു. നോക്കി, നിങ്ങൾ കണ്ടത് ആരോടും പറഞ്ഞു പോവരുത്. കടുവയാണ് ഇവിടെ ഭരിക്കണത്. ഓനെ എതിർത്താലേ നമ്മളെ കുട്ടികളെ ഓൻ പിച്ച് ചീന്തു. ഉമ്മ, നിങ്ങൾ വാപ്പാനെ പേടിപ്പിക്കല്ലേ. വാപ്പാ, നിങ്ങൾ ആരോടും പറയാതിരുന്നാ മതി. ഓരിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലേ ഇപ്പൊ അങ്ങോട്ട് വരും. റബ്ബേ, എന്തിനാ നിങ്ങളാ വഴിക്ക് പോയത്? ഞാൻ പണി കയറി ഇമ്മൂനും മരുന്നും വാങ്ങി കുറുക്കന് ഇങ്ങോട്ട് വരിയേനി. നോക്കി, നിങ്ങൾ നേർവഴിക്ക് വന്നാ മതി. കുറുക്കനൊന്നും വരണ്ട. പുലി ഇറങ്ങി മനുഷ്യന്മാരെ പിടിക്കണതൊന്നും നിങ്ങൾ കേൾക്കണില്ലേ? നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ വന്ന് കേറുന്നവരേക്ക് മനസ്സ് തീയ. ആ കടുവെങ്ങാനും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ആരും പുറത്തേക്ക് വരരുതിട്ടോ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് തീർത്തോളാം. വാപ്പാ, നിങ്ങൾ കുളിച്ചിട്ട് വരി, ഞാൻ ചോറ് വിളമ്പാം. നമ്മളെ ഉമ്മ എവിടെ? അവള് നിസ്കരിക്കുക. എന്താ നിങ്ങളിങ്ങനെ വിറച്ചിരിക്കണത്? നിങ്ങൾക്ക് പനിക്കുണ്ടോ? നല്ല പനിയുണ്ടല്ലോ, നല്ല പനിയുണ്ട്. ആ, അവിടുന്ന് ഒരു പാരസെറ്റാമോൾ ഇങ്ങോട്ട് എടുത്താ അത് കഴിച്ചാൽ സുഖമെന്നാ തോന്നുന്നു. ഇന്നലെ ഓടിയ ഓട്ടത്തിൽ ഇമ്മൂന് വാങ്ങിയ മരുന്നൊക്കെ എവിടെ പോയതാ? എന്താ ഈ വെളുപ്പം കാലത്ത് ആൾക്കാരിങ്ങനെ ഓടുന്നത്? ആ അതന്നെ, എങ്ങോട്ടാണാവോ? മൂസാക്ക, നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മളെ ജോമ സാറെ പുലി വിളിച്ചത്രേ? നല്ലൊരു മനുഷ്യനായിരുന്നു അയാള്. നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ പോവാണ്. ആ, നിങ്ങൾ നടക്കി. നോക്കി, നിങ്ങളീ കാര്യം ആരോടും മിണ്ടരുത്. നിങ്ങളെ വായി നിങ്ങനെ ഈ വാർത്ത പറഞ്ഞ പിന്നെ ഓൻ നമ്മളെ പച്ചക്ക് കത്തിക്കും. ഏതായാലും ഇന്നലെ നിങ്ങളെ ഓൻ കണ്ടിട്ടില്ല, അതന്നെ ഒരു സമാധാനം. ഇങ്ങനെ ബേജാറായി കുട്ടികളെ പേടിപ്പിച്ചല്ലേ. ഇന്നിനി വയ്യെങ്കിലേ നിങ്ങള് പണിക്ക് പോണ്ട. നല്ലൊരു ഓഫീസറായിരുന്നു ജോമോൻ സാറ്. മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. എന്ത് ചെയ്യാനാ, പോയില്ലേ. പുലിക്ക് വിവരം വേണ്ട നായരെ. മനുഷ്യന്മാരാണെങ്കിൽ നാലാൾ ചോദിച്ച് മനസ്സിലാക്കും. പുലിക്ക് പത് പറ്റുമോ? ഇജാന്റെ ഓലക്കമ്മലെ തമാശ പറയാൻ കണ്ട നേരല്ലത്. തമാശ അല്ലെങ്ങായി ഈ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? മതം പൊട്ടി വരുന്ന ആനേനെ വെറും ചൂണ്ടലിന്റെ ഈർപ്പോണ്ടേ തളച്ച വാപ്പാന്റെ മോനാ ഞാൻ. എന്ത് ടേറ്റേന്ന് നിങ്ങൾ പുലിനെ ഞമ്മക്ക് കാണിച്ചു തരും, ഞമ്മള് കാണിച്ചു തരാ പുലിന്റെ അടുത്തേക്കണ്ട അടവ്. പിന്നെ നായരെ, പുലി വന്ന് നിങ്ങളെ നെഞ്ച് കീറിയേ കരള് കടലമണി ഇതിന്റെ മാതിരി ഇങ്ങനെ തിന്നുമ്പോളേ ഈ അമീത് വേണ്ടി വരും. പുലിന്റെ കാട് കുടിച്ചിട്ട് മാറ്റി നിർത്താം. നായര് വന്നാണ്. എന്താ അമീത് ദേശത്തില്? അല്ല ബാബു, സാറിന്റെ മയ്യത്ത് കൊണ്ടുപോയോ? കൊണ്ടുപോയി. പുലി ഇങ്ങനെ മനുഷ്യന്മാരെ പിടിക്കാൻ തുടങ്ങിയ എന്താ ചെയ്യുക? നല്ല മനുഷ്യന്മാരൊന്നും ഭൂമിയിൽ അധികകാലം നിർത്തൂലല്ലോ പഠിച്ചവൻ. അത് നിങ്ങൾ പറഞ്ഞു നേരാ. ഇവിടെ പാല് കൊണ്ടുവരുന്ന നമ്മുടെ വെണ്ടർ തങ്കപ്പേട്ടനും പറഞ്ഞ മാതിരി നല്ല തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. അയാളെയും ഈ പുലിവേഷത്തിലല്ലേ വന്ന് തട്ടിക്കൊണ്ടുപോയത്? അല്ല ബാബു, ഈ ഒരു സാമൂഹ്യ പ്രവർത്തകനല്ലേ, ഇതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ പറ്റൂല. എന്ത് നടപടി എടുക്കാനാ? ഇത് മൃഗസംരക്ഷണ മേഖലയല്ലേ. ഇവിടെ മൃഗങ്ങളെ സംരക്ഷിക്കപ്പെടൂ. മനുഷ്യർക്കൊക്കെ എന്ത് വരെയാ? അത് ശരിയാ. ഒരു പന്നീനെ കൊന്ന ഓന് ജീവപര്യന്ത ശിക്ഷ. മൃഗം മനുഷ്യനെ കൊന്നാലോ? എന്ത് നടപടിയാ ഇവിടെ ഉള്ളത്? മനുഷ്യനൊരു വിലയില്ല. ഇവിടെ നമ്മളെമാരി ആൾക്കാർക്കല്ലേ വിലയില്ലാത്തുള്ളൂ. കടുവയ്ക്ക് വിലയില്ലേ? അവനെ കണ്ട ഈ നാട്ടിലെല്ലാരും മൂത്രമൊഴിക്കില്ലേ? അത് ശരിയാ.
ഏതായാലും അടുത്ത ജന്മത്തിൽ വല്ല പന്നിയെ പൂച്ചയായിട്ട് ജനിക്കാൻ നോക്ക്. എന്നാ അവിടെ സുഖമായിട്ട് ജീവിക്കാം. അല്ല മൂസാക്ക, നിങ്ങൾ കമ്പനിക്ക് പോണില്ലേ? ആ ഇതാ പോവായി. ബാബു, നീ ഇന്ന് ടൗണിലേക്ക് പോകുന്നുണ്ടോ? ഇന്ന് പോണില്ല, സാധനങ്ങളൊക്കെ നാളെ എത്തിക്കാം. എന്നാ ശരി. എന്നോട് തലവർ വരാൻ പറഞ്ഞു. നിങ്ങൾ കടവ ജബറിന്റെ ആൾക്കാരല്ലേ? ഞാൻ എന്തിനാണ് വരുന്നത്? എന്തിനാണെന്ന് തലവരോട് ചോദിക്കുക. ഇല്ല, ഞാനില്ല, എനിക്ക് പണിക്ക് കയറാൻ നേരമായിട്ടുണ്ട്. ഏറടക്കടോ വണ്ടിയില് പിടിച്ചോനെ. എങ്ക തലവർ சொன்ன കേക്ക മാട്ടിയല്ലേ? தலைவா, நான் கொண்டு வந்தாச்சு. ആ മണിയ, എന്താ ഇയാളുടെ പേര്? മൂസ. മൂസ ഇന്നലെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു കാഴ്ച കണ്ടല്ലോ, അതെന്താ? ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. മണിയ, മൂസ സത്യം പറയുന്നില്ലല്ലോ, എന്താ ചെയ്യാ? സത്യം പറയടാ, ഇല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാരും ഇങ്ങ് കൊണ്ടുവരും. വേണ്ട, എന്റെ കുട്ടികളെ മക്കളെ ഒന്നും ചെയ്യരുത്, ഞാൻ സത്യം പറയാം. മിടുക്കൻ. ഇന്നലെ താൻ എന്താണ് കണ്ടത്? ഒരാളെ കൊല്ലുന്നത് കണ്ടു. ആരാണ് കൊന്നത്? അത് പോട്ടെ, എങ്ങനെയാണ് കൊന്നത്? കത്തി കൊണ്ട് കുത്തി. എത്ര കുത്തുകുത്തി? പറയടാ, എത്ര കുത്തുകുത്തി? 2. അത് ശരി, ഇതാരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. ആരോടെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ ആരോടും പറയില്ല. അങ്ങനെ നിനക്ക് ആരോടെങ്കിലും പറയാൻ തോന്നിയാ കുടുംബത്തിലെ എല്ലാവരെയും ഞാൻ ചാരായത്തിന് വിറകാക്കും, മനസ്സിലായടാ? ആ, എന്നാ പോയിക്കോ. ആ, ഇതുകൂടെ കൊണ്ടുപോയിക്കോ. ഇന്നലെ ഓടിയപ്പോ നിന്റെ കയ്യിൽ നിന്ന് വീണതാ. എന്നാ ഞാൻ കുഞ്ഞാമ്പ ചന്ദ്ര ബെജിയ ഞങ്ങൾ എല്ലാരും പാടെ പോയത്. എന്താ പൂമോളേജ് കലി തുള്ളി വരുന്നത്? നായര് വീട്ടിക്ക് കോഴിമുട്ടക്ക് പോയതാ. നായര് പറയാ ഇന്ന് കോഴി മുട്ടയിട്ടിട്ടില്ല. ഇങ്ങളെ പൂമോളല്ല, എന്റെ വാപ്പാനോട് അപ്പളേ പറഞ്ഞതാ എനിക്ക് ഇങ്ങനത്തെ പേരൊന്നും ഇടണ്ടാന്ന്. അല്ല പൂമോളെ, ഇത് ജനിക്കുമ്പോ പറഞ്ഞോ ജനിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞോ? എന്നെ കളിയാക്കണ്ട. പൂമോളെ, അന്റെ അർജന്റ് അനുസരിച്ച് കോഴിക്ക് മുട്ടയിടാൻ പറ്റുമോ? ഇന്ന് ഉമ്മ നാടൻ മുട്ട തിന്നണ്ട. അത് നിങ്ങളല്ല തീരുമാനിക്കണത്. ആ, എല്ലാരും ഒപ്പിടി. മറ്റന്നാൾ ടൗണിൽ മന്ത്രി വരുന്നുണ്ട്, നമുക്കൊരു ഒപ്പ് ശേഖരിച്ചിട്ട് നിവേദനം കൊടുത്തോക്കാം. ബാബുട്ടാ, ഇത് കൊടുത്തിട്ട് എന്തെങ്കിലും നടക്കുവോ? എന്ത് നടക്കാനാ, ഞാനിങ്ങനെ നടക്കും. ലാസ്റ്റ് നായര് പിടിച്ച പുലിവാൽ പോലെ ആവോ? നായര് കുടിച്ചതോ അതോ പൈസ കുടിച്ചതോ? നിങ്ങളിത് അറിഞ്ഞോ? നോക്കി വാപ്പാനോട് പറയരുത് കേട്ടോ. എന്താടി ഈ അവിടെ തൊള്ളേ മുളിച്ച് നിൽക്കായിരുന്നോ? ഇല്ലുമ്മ, നായര് കോഴിന്ന് പണിമുടക്കില്ല, മുട്ട കിട്ടിയില്ല. അപ്പൊ താത്താക്ക് എന്താ കൊടുക്ക? ഓള് ഓപ്പറേഷൻ കഴിയണവരേക്ക് നല്ലോണം നോക്കണം. ഈ ഏതായാലും ഈ കഞ്ഞി ബാപ്പാക്ക് കൊണ്ട് കൊടുക്ക. ഇത് മൈലാഞ്ചി, ഇത് താത്താക്ക് കൊടുക്കി, ഞാൻ വന്നിട്ട് അരച്ചെടുക്കാന്ന് പറയ്. ആ, എന്താ പൂമോളെ ഇന്നൊരു പാട്ടൊക്കെ? ഒരു കവി മനസ്സ് തേങ്ങാണ് ചേച്ചി. ആ ധനാക്ക എന്നാണ് നാട്ടിന്ന് വന്നാച്ചത്? മോളുടെ പ്രസവൊക്കെ നല്ലപടിയെ കളിഞ്ചോ? കളിഞ്ചു മോളെ, മുന്താ നെത്തിത്താ വന്നത്. എന്റെ പൂമോളെ, ഇവിടെ ജനിച്ചു വളർന്ന എനക്ക് തമിഴ് അറിയില്ലെന്ന് പറഞ്ഞൊരു നാണക്കേടാട്ടോ. ആമാ, അതിനാരാ പറഞ്ഞ് എനിക്ക് തമിഴ് അറിയില്ലാന്ന്? എന്നാ കേട്ടോളി. തോട്ടമേലെ പാർക്കും എന്നും മണ്ണോട് പടവെട്ടും മണ്ണിന്റെ മക്കളാണ് എങ്ങളെയും ഒരു രൂപയ്ക്ക് റേഷൻ തരും തമിഴ്നാട് അരസക്കും നன்றி നன்றി നன்றി. എങ്കളുയരും പറക്കിன்ற പുലിയെ നീ സാഗടിക്ക മാട്ടായ, എങ്കളുയരെ കാപ്പാത്ത മാട്ടായ, എങ്ങൾക്ക് തുണയായി വരുമാട്ടായ. എങ്ങനെയുണ്ട് എന്റെ തമിഴ്? അത് കലക്കി. ആ ചേച്ചി, ഇത് വാപ്പാക്കുള്ള കഞ്ഞിയാണ്, ഇത് കൊടുക്കണട്ടോ. ചേച്ചി, എന്റെ ആളെ കണ്ടിരുന്നോ? അവിടെ ആ പൈപ്പിന്റെ ചോട്ടിലുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ, വാപ്പാനോട് പറയരുതട്ടോ.
പഠിച്ചോനെ ഇന്ന പുലി പിടിച്ചോ. ഇത് പെൺപുലി ആയിരുന്നില്ലേ? ആണുങ്ങളായ ഇത്ര പേടി പാടില്ല കേട്ടോ. ആണുങ്ങളാന്ന് കരുതി പുലി വെറുതെ വിടല്ലേ? ഇന്നലെ രാത്രി ഒരു പോളം ഉറങ്ങിയിട്ടില്ല, പുലിനെ ഉറക്കത്തി കണ്ട് പേടിച്ചിട്ടേ. അപ്പൊ ഉറക്കത്ത് കാണാൻ ഞാൻ ഉണ്ടായിരുന്നില്ലേ, പിന്നെ എന്തിനാ പുലിയെ കണ്ടത്? രണ്ടും ഒരേ മാതിരി. എന്താ പറഞ്ഞേ? ഇന്നലെ നീ എന്താ വരാതിരുന്നത്? എത്ര നേരം ഞാൻ കാത്തിരുന്നറിയാം. അപ്പോഴാണ് മേസി മൂസാക്കാന്റെ മുന്നിൽപ്പെട്ടത്. പറഞ്ഞ പണി ഒന്നും ചെയ്തില്ല പറഞ്ഞു കണ്ടി അന്റെ വാപ്പന്റെ വായിലുള്ള ഒക്കെ കേട്ട്. വാപ്പാക്ക് അറിയില്ലല്ലോ നിങ്ങള് മരുവനാവാൻ പോണ ആളാണെന്ന്. ഇന്നലെ താത്താക്കൊരു തളർച്ചയൊക്കെ ഉണ്ടായി, അതുകൊണ്ട് ഓളടുത്ത് തന്നെ ഇരുന്നു. ഓൾ ഓപ്പറേഷന് പണം ശരിയായില്ല നിങ്ങൾക്ക്? എനിക്കൊരു കുറിയുണ്ട്, അത് ഞാൻ കല്യാണ ചെലവിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാ. അത് ഞാൻ തരാം. ആ ശരി, എന്നാ ഞാൻ പോട്ടെ. എന്റെ മോളെ, വാപ്പാന്റെ കുട്ടി മേലനക്കണ്ട, കോള് ചെയ്തോളും. ശരി, നിങ്ങൾ ഓളെ വലിയൊരു രോഗിയാക്കരുത് കേട്ടോ. അതന്നെ. പൂമോളെ, അനക്കെന്തടിയാ ഫൈസലായിട്ടൊരു ചുറ്റിക്കളി? വാപ്പാക്ക് സ്വത്ത് മുതലൊന്നുമില്ലെങ്കിലും അഭിമാനം കിട്ടോ. വാപ്പാക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പെടുന്ന പാട് നിങ്ങൾ കാണുന്നില്ലേ? അതിന്റെ അടക്ക ഓളൊരു ശൃംഗാരം. വാപ്പാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഒരു പേരുദോഷം വരുത്തൂല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാതിരുന്നാ മതി. വാപ്പാ, നിങ്ങൾ ഓളെ കരയിപ്പിക്കില്ലേ? ഫൈസലിനെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ചെക്കനാണ്. ഞാൻ ഓളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല. എൻ്റെ മക്കൾ എന്നെ പറയിപ്പിക്കില്ലെന്നും എനിക്കറിയാം. അതൊക്കെ ചിന്തിക്കാൻ പറ്റിയ സമയമാണോ ഇത്? താത്താൻ്റെ ഹാർട്ട് ഓപ്പറേഷന് പണം എത്ര ഉണ്ടാക്കേണ്ടത്? അതിനുവേണ്ടി ഞാൻ പരക്കം പായാണ്. ഫൈസൽ നല്ലോണാണ്, അതെനിക്കറിയാം. ഏതായാലും സമയം പോലെ ഞാൻ ഓനൊന്ന് കണ്ട് ചോദിക്കട്ടെ. ഓന് സമ്മതാണെങ്കിൽ ഞാൻ ഇതാണ് നടത്തിത്തരാം. അല്ല, ഇജ്ജ് കുളിക്കാൻ വെള്ളം വെച്ചു. എനിക്ക് സന്തോഷായില്ലേ? ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ്. ആർക്ക് എന്തൊക്കെയാ മേടിച്ച ലിസ്റ്റ് കൊടുക്കാൻ. അമിതേ, ലിസ്റ്റ് മോണം വാങ്ങിക്കോ, പണത്തിന് കണക്ക് വേണം. കണക്കില്ലാതെ പൈസ ചരക്കുകള്. അമീതേ, നഖത്തില് പൊട്ടറ കളറും അപ്പുറം ഓതട്ടില് പൂസറ കളറും വാങ്ങി വാ. ഇത് 20 രൂപ ഇருக்கு, ബാക്കി നീ ചേർത്തുക്കാം. തള്ളേ, ഇങ്ങളൊന്ന് കല്യാണം കഴിഞ്ഞ കാലത്തുള്ള ബലത്തല്ലപ്പോ കുഴികളുടെ കാലത്തല്ലപ്പോ തള്ളക്ക് കോട്ടക്ഷവും ചാന്തും ഇതൊക്കെ തെറ്റി നയൻതാരാകാൻ പോവല്ലേ തള്ള? റെഡിയാ കണ്ടോ? മുസാക്ക, നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാണ്ടോ? ആ, ഇമ്മൂന് കുറച്ച് മരുന്ന് വാങ്ങണം. ഇന്നാ ലിസ്റ്റ്. ഇമ്മൂൻ്റെ ഓപ്പറേഷത്തിന് കുറച്ച് പൈസ കണ്ടെത്തണമല്ലോ. നമ്മളിപ്പോൾ എവിടെ പോയാൽ മുട്ടുക? നമുക്ക് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം അയക്കാം. ഞാൻ അതിൻ്റെ ഫോമുമായിട്ട് വരാം. എന്നാൽ ഈ മറക്കാതെ അതിൻ്റെ ഫോം വാങ്ങണം. പൈസക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലേ ഇജ്ജ് കൂട്ടി വാങ്ങിക്കോ, ബാക്കി ഇജ്ജ് വന്നിട്ട് തരട്ടോ. ശരി. ഇറങ്ങി വാടാ. ഉന്നോട് എന്റെ തലവർ വീട് കാലി ചെയ്യാ പറഞ്ഞില്ല? പറഞ്ഞു. പിന്നെന്നടാ പോവാതിരിക്ക്, പറഞ്ഞാ കേക്കല്ല നീ? വേറെ വീടൊന്നും ശരിയായി, ഞങ്ങൾ മറ്റന്നാളെ പോയിക്കോളാം. മറ്റന്നാളോ? ഇന്ന് രാത്രി ഇങ്ങനെ പോകലേന്നാ? നാളെ കാലല്ലേ ഞങ്ങൾ വരുവേ, അപ്പൊ പാക്കലാം. എന്താ അതിക്രമങ്ങൾ ഈ കാണിക്കണത്? വേറെ വീട് കിട്ടാത്തോണ്ടല്ലേ പോകാത്തത്? വീട്ടുകാർ കാലി ചെയ്യാനും പറഞ്ഞിട്ടില്ല, പിന്നെന്താ? വീട്ടുകാർ പറയണ്ടടാ. ഇന്ത നാട്ടിൽ യാര് താമസിക്കുന്ന തീരുമാനിക്കുന്നത് എங்க தலைவரா, മനസ്സിലായ? തലവരെ എതിർത്ത് ആരും ഇവിടെ താമസിക്കണ്ട. അപ്പൊ പറഞ്ഞ മാതിരി ഇന്നേക്ക് നൈറ്റോടെ എങ്കിൽ പോണം, അല്ലെന്നാ വാങ്ങടാ. എന്തിനാ നാസറെ ഒഴിയാൻ പറഞ്ഞത്? ഭാര്യ അങ്ങോട്ട് പണിക്ക് വിടാൻ പറഞ്ഞു, ഞാൻ കേട്ടില്ല. അതുകൊണ്ടാ. കണ്ട റൗഡികളെല്ലാം പേടിച്ച് കഴിയാണ് നമ്മളെ വിധി. അയ്യോ
എന്താടാ നീ നാട്ടുകാർക്ക് ധൈര്യം വിളമ്പി കൊടുക്കാണോ? ഈ കടുവ ജബ്ബാറിനെ എതിർക്കാൻ എന്നെ നിനക്ക് എതിർക്കണോ? വേണോടാ? കാണട്ടെ ഈ നാട്ടുകാരെ കടുവയോട് കളിച്ചാൽ എന്താ സംഭവിക്കാന്ന്. കണ്ടില്ലേ കടുവയോട് കളിച്ചാൽ എന്താ സംഭവിക്കാന്ന്? ഈ പട്ടിക്ക് ഒരു തുള്ളി വെള്ളം ആരും കൊടുക്കാൻ പാടില്ല. ഈ കാലം വരെയും ഈ വഴിക്ക് നമ്മൾ ഒറ്റയ്ക്ക് വന്നിട്ടില്ല. ഇന്നാണെങ്കിൽ ഇതിലൊരു മനുഷ്യന്മാരെ കാണാനുമില്ലല്ലോ. എന്ത് ജന്തു റബ്ബേ കരയണേ. ഇന്നെൻ്റെ കഥ കഴിഞ്ഞു ഉറപ്പാ. ഈ പണ്ടാരിനി കോഴിപ്പ് മനുഷ്യന്മാരെ പേടിപ്പിക്കാം. ഏതായാലും ഇവിടെ നിൽക്കണ അത്ര ബുദ്ധിയല്ല. മെല്ലെ അങ്ങോട്ട് ഇന്റെ പുല്ലേന്റെ എന്റെ തിന്നാ തോന്നണത്. മനുഷ്യന്റെ മണം കിട്ടിയ ഇന്നെ പിടിച്ചിട്ട് ഉറപ്പ ഒരടവെടുക്ക. എന്റെ കാത്തോളി നായരേ മൂസേ എന്തായി ചങ്ങായിക്ക് പറ്റിയത്? ഈ കുറച്ച് വെള്ളം കൊടുത്തോന്. എന്താണ് എനിക്ക് പറ്റിയത്? ഈ പേടിച്ചോ? പേടിച്ചതല്ല, ധൈര്യം പോയതാ. ഞാൻ കണ്ടു കേട്ടോ നായരെ, ഞാൻ കണ്ടു. എന്തിനെ? ഒരു പുലിനെ, വലിയൊരു പുലിനെ ഞാൻ കണ്ടു. ഈ ശരിക്കും കണ്ട പുലിനെ? പിന്നെ പുലിക്ക് കാണാൻ പുലി നിന്നേരല്ലേ പോന്ന കടങ്ങനെ ഇളകുണ്ട്. എന്റെ എത്തിന്നാ തോന്നണത്. ഏതായാലും എല്ലാരും വീട്ടിൽ പോയിട്ട് കോറ നനഞ്ഞിക്കണം നോക്കോളേ. അപ്പൊ ഈ അല്ലേ പറഞ്ഞത് പുലിനെ കണ്ട അടവെടുക്കുന്നു? ആ അടവ് കിട്ടിയില്ല എനിക്ക്. ആ അടവ് അറിഞ്ഞോണ്ടല്ലേ മൂസാക്ക 7 കിലോമീറ്റർ ദൂരം ഞാൻ കണ്ണിമ്പി തുറക്കണ നേരം കൊണ്ട് എത്തിയത്. എന്താ മൂസേ മൂത്രത്തിന്റെ ഒരു നാറ്റം? പിന്നെ നിങ്ങളൊക്കെ മൂത്രത്തിന് അത്തറിന്റെ മണാണല്ലോ. ഞാൻ പെരി പോയി കുളിക്കുമ്പോഴേ അറിയുള്ളൂ എവിടേക്ക് എന്തൊക്കെയാ പോയിക്കണെന്ന്. ഹായ് കരിവള, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാണ്. ഇത് എവിടുന്നാ വാങ്ങിയത്? ഇതൊക്കെ ബാബുവേട്ടനെ കൊണ്ട് ടൗണിൽ നിന്ന് വാങ്ങിപ്പിച്ച. ഇതൊക്കെ കൊണ്ടുവരാൻ എന്താ കാരണം എന്നറിയാം? എന്താ? ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താന്ന് പറ. ആ ഇപ്പൊ പിടികിട്ടി. എന്താ? കുറി കിട്ടി നിങ്ങൾക്ക്? പോടി പൊട്ടി പെണ്ണ, അതൊന്നുമല്ല. ഉമ്മ ഇന്നലെ വിളിച്ചപ്പോഴേ ഞാൻ നിന്റെ കാര്യം പറഞ്ഞു. ഉമ്മ ചീത്ത പറയുന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഉമ്മ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. നേരാ? അതുപോലെ വേറൊരു ലോകാതിശയവും നടന്നു. എന്റെ ബാപ്പയും നമ്മുടെ കാര്യം അറിഞ്ഞു. താത്താന്റെ ഓപ്പറേഷൻ കഴിഞ്ഞോ നമ്മുടെ കല്യാണം നടത്തും. സത്യം? നമ്മളാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പ്രണയ ജോഡികൾ. ഇപ്പോഴാണ് സിനിമയിൽ കാണും പോലെ ലവ് സോങ് പാടേണ്ട സിറ്റുവേഷൻ. എന്നാ പാടിക്കോളി. അതിനെനിക്ക് പാടാൻ അറിയില്ല, പറയാനല്ലേ അറിയുള്ളൂ. അതുകൊണ്ടേ തൽക്കാലം ഞാൻ എനിക്ക് മൈലാഞ്ചി ഇട്ട് തരാം. കൈയും കെട്ടുതാ. വേഗം വേണം, എനിക്ക് പോവാനായി. നിക്കവിടെ. പിന്നെ വാപ്പങ്ങളോട് നമ്മുടെ കാര്യം പറയാനിരിക്കുക. എങ്കിലെന്റെ വാപ്പാക്ക് ഇഷ്ടാ.
താത്ത ഇതെല്ലാം മൂപ്പര് ബാബുവേട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാത്രേ. തന്നെ എന്റെ കൈയുണ്ട്, ഞാനിത് ഇട്ടുതരാം. ഓനെ കൊണ്ട് പൈസ ചെലവാക്കിക്കണത് വാപ്പ അറിഞ്ഞാല്. അതിന് ചോദിച്ചു വാങ്ങിയതല്ല, മൂപ്പര് സന്തോഷം കൊണ്ട് തന്നതാ. മൂപ്പര് ഉമ്മാക്കിന് ഇഷ്ടായത്രേ. എന്റെ കുട്ടീനെ അവർക്ക് ഇഷ്ടാവാതിരിക്കോ? ഈ സാധനൊക്കെ എനിക്ക് തരാൻ വേണ്ടി തന്നതാ. നേരം പൊന്നിന്റെ മണത്തിന്റെ കാര്യത്തില് അവരെങ്ങനെയാണാവൂലേ? അല്ല, മൂപ്പരങ്ങനെ പൊന്നിനും പണത്തിനും ആഗ്രഹമുള്ള ആളല്ല. എന്താ മക്കളെ, നിങ്ങക്ക് ഉറങ്ങാറായില്ലേ? ആ ഉമ്മ ഉറങ്ങാണ്. ഏതാണ് ഈ തളിര്? അതാ മൂസാക്കാന്റെ മോള. എന്താണ് ഇതിന്റെ പേര്? ഇവിടെ മൂസ എന്നൊരാളില്ലേ, ആളെ അറിയോ? മൂസേ എനിക്കറിയില്ല. നമുക്ക് നായരോടൊന്ന് ചോദിച്ചു നോക്കാം. നായരെ ഒന്നുകൂടെ വരി. ഈ നാട്ടിലെ മൂസ എന്നൊരാളില്ലേ, ആളെ അറിയോ? മൂസേ, ഇവിടെ ഒരു മൂസ ഉള്ളത് എസ്റ്റേറ്റിലുള്ള മൂസ. മൂപ്പര് ഇരുനിറത്തിലുള്ള ഒരാളാ. എനിക്ക് മൂപ്പരൊന്ന് കാണ്ടിരുന്നു. ആളുണ്ടോ അവിടെ? മൂപ്പര് കുട്ടികളെയും കൂട്ടി ആശുപത്രി പോയതാ. അവര് കല്യാണം കഴിച്ചിരിക്കുന്നത് മഞ്ചേരി നെല്ലിപ്പറമ്പിൽ നിന്നാണ്. അവർക്ക് 2 മക്കളുണ്ട്. എന്നാ ശരി, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. അല്ല, ഒരു ചായ കുടിച്ചു പോവാ. വേണ്ട, ഇനി വരുമ്പോഴാവും. ആളിവിടെ തന്നെയാണ്. അടയാളങ്ങൾ പറഞ്ഞു കേട്ടപ്പോ മൂപ്പര് തന്നെയാണ്. ഇല്ല, മൂപ്പരോടെ അല്ല. ആ എന്നാ ശരി. സാറേ നമസ്കാരം. வாங்க உட்காருங்க. சொல்லுங்க, என்ன வேணும்? സാർ, ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. എതുക്ക്? കഴിഞ്ഞ മാസം മരിച്ച ജോമോൻ എൻ്റെ ഇച്ചായനാണ്. ഇച്ചായൻ്റെ മരണത്തിൽ എനിക്ക് സംശയം. இங்க பாருங்க, இங்கெல்லாம் பெரிய ஃபாரஸ்ட் ஏரியா. இங்க எல்லா மிருகங்களும் இருக்கு. உங்க தம்பியை புலி தான் பிடிச்சிருக்குது. மூர்த்தி, இங்க வா. இந்த ஆளுக்கு മലയാളത്തിൽ சொல்லி കൊടുപ്പാ. നോക്കൂ, നിങ്ങൾ ഇച്ചായനെ പുലി പിടിച്ചതാണ്. ഇവിടെയൊക്കെ ഭയങ്കര വനാന്തരമാണ്. ഇവിടെ ഇതിനു മുമ്പും മനുഷ്യന്മാരെ പുലി പിടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിലില്ല. ശരി സാർ, ഞാൻ എൻ്റെ സംശയം പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ സംശയം ഞാൻ തന്നെ തീർത്തിട്ട് ഇവിടുന്ന് പോകും. എന്നാ പോട്ടെ. അയാൾക്കെന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. നാം എന്നെ ചെയ്യ മുടിയും? மேலதிகாரிகள் போடுற உத்தரவு கட்டுப்பட்டு தான் நமக்கு இருக்க முடியும். அதானே முடியும். அதான் நான் சொன்னது. ആ പൈസലേ, ഒന്നവിടെ നിന്നാ. ഞാൻ എന്നെ കാണാൻ വിചാരിച്ചിരിക്കാനും എന്നോട് പൂമോൾ ചെറുതൊക്കെ പറഞ്ഞു. അനക്കോളം ഇഷ്ടമാണ്. അതെ. നോക്കു മോനെ,
കമ്പനിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബം കഴിഞ്ഞു പോരുന്നത്. ആകെ 10 സെൻറ്റ് സ്ഥലവും ചെറിയൊരു കൂരയാണ് ആകെ എൻ്റെ സമ്പാദ്യം. അന്നെ എനിക്കറിയാം, ഈ നല്ലോണമാണ്. എനിക്ക് പണ്ടും പണമൊക്കെ നല്ലോണം വേണ്ടി വരുമോ? നോക്കി, എനിക്ക് മുതലിനോടൊന്നും ആർത്തിയില്ല. അർഹിക്കാത്തൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. എൻ്റെ ചെലവിനനുസരിച്ച് ജീവിക്കുന്ന, എന്നെ സ്നേഹിക്കുന്നൊരു പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത്. അതിന് പൂമൂക്ക് കഴിയും. പിന്നെ മൂത്തോൾക്കൊരു അസുഖമുണ്ട്, ആർട്ടൊരു ഓപ്പറേഷൻ വേണ്ടി വരും. അതിന് കുറച്ച് തോനെ പണം വേണം. അതിനുള്ള മണ്ടിപ്പാച്ചിലാണ് ഞാൻ. അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കാൻ ഞാൻ നടത്തിത്തരാം. പൂമോൾ എല്ലാ വിവരവും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉമ്മോൻ്റെ ഓപ്പറേഷന് ഇന്നാലാവുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യാം. നിങ്ങൾ ഒറ്റയ്ക്കാവില്ല, ഞാനും ഉണ്ടാവും കൂടെ. എന്നാ സമയം കിട്ടുമ്പോൾ ഇമ്മാനോടും ബാക്കിയുള്ളവരോടും വീടൊന്ന് വന്ന് കാണാൻ പറയാം. എന്നാ ശരി. മുത്തു, സാധനമൊക്കെ എല്ലാ ഏരിയക്കും പോയില്ലേ? തലവാ, ഇനി കുന്നൂർത്താ ഇருக்கு. അയ്യോ ബോസ്. ഹലോ ബോസ്, സൊല്ലുങ്ക. എസ്റ്റേറ്റോ നമുക്ക് നോക്കാം. അയ്യോ ഉണ്ട് ബോസേ, നിങ്ങൾ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എല്ലാം ശരിയാക്കാം. ഞാനില്ല ഇവിടെ. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഓ ഷുവർ. 15-ാം തീയതിയാണോ? ശരി ശരി ശരി. അത് പ്രത്യേകിച്ച് പറയണം. എന്നാ ശരി, ഓക്കെ ഓക്കെ. ബോസ് വരുന്നു 15-ാം തീയതി. എസ്റ്റേറ്റ് നോക്കാനാണ്. മൂപ്പർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. ഒരു കുറവും വരുത്താൻ പാടില്ല. നമ്മൾ അന്ന് കണ്ട ആ കുട്ടി ഏതാന്നാ പറഞ്ഞത്? അതാ മേസ്രി മൂസയുടെ പൊണ്ണു തലവാ. കടുപ്പത്തിലൊരു ചായ ഒന്ന്. അല്ല, ഇതുവരെ കാണാത്തോണ്ട് ചോദിക്കുക, ആരാ, എവിടുന്നാ വരുന്നത്? എന്നതാ, നിങ്ങളുടെ നാട്ടിലേക്ക് പുതിയ ആൾക്കാർക്കൊന്നും വന്നുകൂടെ? അല്ലോ അതൊന്നുമല്ല, ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ പാലായിന്നാ വരുന്നത്. എൻ്റെ ഇച്ചായൻ ഇവിടെയാ ജോലി ചെയ്തിരുന്നത്. ആരായിരുന്നു അത്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തിരുന്ന ജോമോൻ എൻ്റെ ഇച്ചായൻ. ഓ, നമ്മളെ പുലിയെ കുറിച്ച് ജോമോ സാറ് മൂപ്പർ നല്ല ആളെ കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും മൂപ്പര വലിയ കാര്യം. പുലി പിടിച്ചതോ അതോ കൊന്നോന്നും അറിയത്തില്ല. എൻ്റെ ഇച്ചായന്റെ ശരീരത്തിൽ കത്തിയുടെ പാടുണ്ടായിരുന്നു. ഇച്ചായനെ മലർത്തിയവൻ ആരായിരുന്നാലും ഈ ചാണ്ടി അവനെയും കൊണ്ടേ പോവും. അതിന് മനുഷ്യനായാലും ശരി, പുലിയെങ്കിലും ശരി. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. പോവുകയാണോ? പിന്നെ കുറച്ചു ദിവസം ഞാനിവിടെ കാണും. താമസിക്കാൻ ഒരിടം കിട്ടുമോ? അതിനെന്താ, വലിയ ബംഗ്ലാവൊന്നും ഉണ്ടാവൂല. അതൊന്നും വേണ്ട, ചെറിയൊരു വീടായാലും മതി. ബാബോ, ഈ ഒന്ന് വേണ്ട ചെയ്തു കൊടുക്ക്. അത് നമുക്ക് വേണ്ട മാതിരി ചെയ്യാം. എന്താ പൂമോളെ, എന്തിനാ ഈ കരയണത്? പറയ്, എന്താ കാര്യം? ഞാൻ അല്ല എനിക്ക്. ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ ആരോടെങ്കിലും പറയോ? ഇല്ല, പറയില്ല. ഞാൻ വരുമ്പോ പേടിച്ചു പോയോ? ഞാൻ നിന്നെ കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കും. ഇപ്പോഴുള്ള ആ ചെറ്റക്കുടിൽ എത്ര കാലം കഴിയാൻ? നല്ലൊരു വീടുണ്ടാക്കണ്ടേ, കുറേ സ്ഥലം വാങ്ങണ്ടേ, പലതരം ഡ്രസ്സുകൾ ധരിക്കണ്ടേ, ഈ കഷ്ടപ്പാടിന്നൊക്കെ രക്ഷപ്പെടണ്ടേ? അതിനൊരു വഴി പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് നിന്നെ വേണം. അടുത്ത 15-ാം തീയതി നീ എൻ്റെ ഗോഡൗണിലേക്ക് വരണം. അന്ന് എൻ്റെ ബോസ് വരും. അയാളെ നീ കാണണം. അത് കഴിഞ്ഞ് നിന്നെ ഞാൻ കെട്ടിക്കോളാം. എന്താ, സമ്മതല്ലേ? സമ്മതിക്കണം. ബോസ് വലിയ കോടീശ്വരനാണ്. 15-ാം തീയതി ഞാനവിടെ കാത്തിരിക്കും. വന്നില്ലെങ്കിലോ, ഇക്കാര്യം ആരോടെങ്കിലും പുറത്തു പറഞ്ഞാലോ, എൻ്റെ ബാപ്പാന്റെ മയ്യത്ത് കാണും. ബാപ്പ പാവല്ലേ, അയാളെ കൊല്ലണം. അപ്പൊ പറഞ്ഞ മാതിരി 15-ാം തീയതി നമുക്ക് കാണാം. നല്ല സമ്പത്ത് വേണോ അതോ ബാപ്പാന്റെ മയ്യത്ത് വേണോ എന്ന് ചിന്തിക്കും. ചിന്തിച്ചാൽ പോരാ, വന്നിരിക്കണം.
ഞാനെന്താ ചെയ്യാ? എന്റെ വാപ്പാൻ അവരെ കൊല്ലോ? ഇല്ല, ഒന്നും ഉണ്ടാവില്ല. ഈ പോയിക്കോ, ആരോട് ഈ കാര്യം പറയണ്ടട്ടോ. എവിടെയാടാ കടുവ? എന്താ മണി അവിടെ ഒരു സൗണ്ട്? ഞാൻ പൈസലാണ്. ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ് പൂമോള്. ഈ ഓളെ പറ്റി എന്താ വിചാരിച്ചേ? ഓക്ക് ചോദിക്കാനും പറയാനും ആരില്ലെന്ന് വിചാരിച്ചോ? വീരശൂര പരാക്രമി, ഈ ജബ്ബാറിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയാനുള്ള ചങ്കുറപ്പുണ്ടല്ലോ. ഞാൻ എന്നെ സമ്മതിച്ചു. ഞാൻ അവളോട് ആരോടും പറയരുതെന്ന് പറഞ്ഞത്. എന്താ ചെയ്യ, അവള് നിന്നോട് പറഞ്ഞു. അത് പോട്ടെ. പിന്നെ ഞാൻ അവൾക്ക് വലിയ വീടും കുറേ സ്ഥലവും പലതരത്തിലുള്ള ഡ്രസ്സും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ അന്നെ കൊണ്ട് പറ്റൂടാ. ഒന്നിനും കഴിയാത്ത ഇയൊക്കെ എന്തിനാടാ പെൺകുട്ടികളെ കൊണ്ടുപോയി കുണ്ടങ്ങൻ്റെ ചാടിക്കണത്? അതുകൊണ്ട് മോനെ ഫൈസലേ, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. സമ്മതിക്കൂല, ഞാൻ സമ്മതിക്കൂല. ഓളിന്റെ പെണ്ണ. ഈ ജബ്ബാർ ആരുടെയും സമ്മതത്തിനൊന്നും കാത്തു നിൽക്കാറില്ല. മണിയാ, ഏതായാലും അവന്റെ പൂതി നമുക്ക് നടത്തി കൊടുക്കാം. ഇവനെ ഉള്ളിലാക്ക്. ശരി തലവാ. ഉള്ള പോടാ. ഇന്നലെ ഉച്ചയ്ക്ക് വരെ ഞാൻ അവനെ കണ്ടതാണ്. അവൻ ഈ വഴിക്ക് വരേണ്ട ഒരാവശ്യമില്ല. പിന്നെ എങ്ങനെ ഇവിടെ ഒന്ന് പെട്ടു? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. പുലി വേറെ എവിടെന്നെങ്കിലും പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടതായിരിക്കും. ഓ, നല്ല ധൈര്യമുള്ള കൂട്ടിലാണ് ബാബട്ടാ. ഇനി മറക്കിരിക്കാൻ എന്തെങ്കിലും വന്നതാണ് അവ പാവം. എന്റെ പൈസ പോയല്ലോ. എന്നെ ഒറ്റക്കിട്ടിട്ട് പോയല്ലോ ഉമ്മ. നമ്മളാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പ്രണയ ജോഡികൾ. അവരെ ഇവിടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നടക്ക്, നമുക്കിനി വീട്ടിലേക്ക് പോവാം. മോളെ, താത്തക്ക് വയ്യാത്ത കാര്യം മറക്കരുത്. ഈ ഇങ്ങനെ കരഞ്ഞാൽ ഓക്ക് സഹിക്കാൻ പറ്റുമോ? പടച്ചോൻ എങ്ങനെയാണ് മോളെ? ചില സമയത്ത് പടച്ചോന് പാവപ്പെട്ടവരുടെ കണ്ണീർ കാണുന്നത് വലിയ ഇഷ്ടമാണ്. ആഗ്രഹിക്കണൊക്കെ നടക്കണമെന്ന് നമ്മൾ വാസി പിടിച്ചിട്ട് കാര്യമില്ല മോളെ. അതൊക്കെ നടത്തുന്ന ഒരാളുണ്ട്, ഓനും കൂടി വിചാരിക്കണം. എന്ത് സംഭവിച്ചാലും അതിലൊരു ആശ്വാസം കണ്ടെത്തണം നമ്മൾ. എന്നാലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ.
നിങ്ങളിങ്ങനെ കടന്നു കരുത ഈ ബാപ്പാക്ക് സഹിക്കൂലട്ടോ. ബാപ്പ പറയണ കേട്ടില്ലേ നിങ്ങളെ കണ്ണ് കലങ്ങിയ ബാപ്പാക്ക് സഹിക്കോ? பாபு இறங்கி வாடா நாயே. நாங்க உள்ளுக்கு வந்து எல்லாத்துக்கும் கிடைக்கும். എടാ നായേ, എങ്ക തലവരെ പറ്റി നീ എന്നടാ നനച്ചത്? എന്നടാ ഇത്? എങ്ക തലവർ മേലെ മിനിസ്റ്റർ കിട്ടി കംപ്ലൈന്റ് കൊടുത്തിയാ? മിനിസ്റ്റർ എങ്ക ആളടാ? വിട് വിട് വിട്. എന്നതാ ഒരാളെ ഇട്ടേച്ച് 4-5 പേർ അടിക്കുന്നു. ഇവിടെ ഒന്നും ചോദിക്കാനും പറയുന്നു ആരുമില്ലേ? ചോദിക്കർക്ക് പറയുക എന്റെ തലവരാണ് ഇருக்கு. നിങ്ങൾ ഞങ്ങളെ കാത്തു. ബാബു, അന്ന് കടുവ എന്നെ കൊല്ലാനാക്കിയതാ. മൂസാക്ക, പേടിത്തൊണ്ടനായിട്ട് 100 വർഷം ജീവിക്കുന്നതിന് നല്ലത് ആണായിട്ട് ഒരു ദിവസം ജീവിച്ചു മരിക്കുന്നതാ. എന്തുണ്ടായത്? ഇന്നലെ പണിക്ക് പോയ മൂസാക്ക ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ വരും വിചാരിച്ച് രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടി. എങ്ങട്ടാ പോയെന്ന് ഒരു വിവരവും ഇല്ല. പോകുമ്പോ എങ്ങോട്ടെങ്കിലും പോവെന്നാ മറ്റോ പറഞ്ഞു. ബന്ധുക്കാര് വീട്ടിലെങ്ങാനും പോയി കാണൂ. ഇന്നാലും പറയാതെ പോകോ? ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. മക്കളെ, ബാപ്പ നിങ്ങളെന്തേലും പറഞ്ഞിരുന്നോ? ഇല്ല. ശരി, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. മൂസാക്ക നാട്ടിൽ എങ്ങനെ പോയിട്ടുണ്ടാവും? എന്താ ബാബോട്ട് നിങ്ങൾ ഈ പറയണത്? കുടുംബം എന്ന് പറഞ്ഞാൽ മരിക്കണ ആളാ മൂസാക്ക. പിന്നെ മൂപ്പരെങ്ങനെ പറയാതെ പോകോ? അത് ശരിയാണ്. ഈ കണ്ട കാലത്തിനിടയ്ക്ക് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ. ചാണ്ടിച്ച, എന്താ നമ്മൾ ചെയ്യാ? എന്നാ ചെയ്യാനാ? മല മുഴുവനും മരിച്ചു പെറുക്കാം. എന്തെങ്കിലും ആപത്ത് പണഞ്ഞോ നമുക്കറിയത്തില്ലല്ലോ. എന്നാ പോവാ. പോയോക്കാം. താത്ത, എനിക്ക് പേടിയാവണ്. പേടിക്കണ്ട, വാപ്പ വരും. അതല്ല താത്ത, നാളെയാണ് 15-ാം തീയതി. എനിക്ക് പേടിയാവുണ്ട്. 15-ാം തീയതിയോ? അതിനെന്തിനാ ഈ പേടിക്കണത്? നാളെയാണ് കടുവ ചെല്ലാൻ പറഞ്ഞത്. കടുവ എന്തിനാ ചെല്ലാൻ പറഞ്ഞത്? അത് ആരോടെങ്കിലും പുറത്ത് പറഞ്ഞാലോ? പഠിച്ചോനെ, എന്തായി കേൾക്കണത്? ഞാൻ ചെല്ലാൻ വേണ്ടി അവര് നമ്മുടെ വാപ്പാനെ പൂട്ടിയിട്ടിട്ടുണ്ടാവും. നേരാണ്. അവര് പാപ്പാനെ ഒന്നും ചെയ്യാണ്ടിരുന്നാ മതിയായിരുന്നു. ഉമ്മാനോട് ഇതൊന്നും പറയരുതിട്ടോ, ആകെ തളർന്നു പോകും. നാളെ ഞാൻ ചെന്നില്ലെങ്കിൽ അവര് നമ്മളെ വാപ്പാനെ കൊന്നാലോ? റബ്ബേ, നീ എന്താ ചെയ്യാ? പൂമോളെ, എന്ത് വിറയായി വെറുക്കണത്? ഉമ്മ, പൂമോക്ക് വിറച്ച് പനി
പനിക്കണേ? ആ നല്ല പനി പനിക്കണ്ടല്ലോ. ഞാൻ ഗുളിക എടുത്തിട്ട് വരാം. ഈ ഒരു പുതപ്പും കൂടെ എടുത്തോളെ പുതപ്പിച്ചു കൊടുക്ക്. മോളെ, ഇയോളെ നല്ലോണം നോക്കിക്കോട്ടോ. ഞാൻ പന്തല്ലൂരിലെ എളാപ്പാന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ബാപ്പ അവിടേക്ക് എങ്ങാനും ചെന്നിട്ടുണ്ടെങ്കിലോ? ഇവിടെ കിടന്നോ, ഞാൻ ഇപ്പൊ വരാം. தலைவா, ஆள் வந்தாச்சு. ഞാൻ പൂമോളുടെ ഏട്ടത്തിയാ. ഓൾക്ക് വിറച്ച് പനിക്കാണ്. ഞങ്ങൾക്ക് സമ്പത്തൊന്നും വേണ്ട. ഞങ്ങളുടെ ബാപ്പാനെ വിട്ട് തന്നാ മതി. നീയും കൊള്ളാലോ, നീ മതി. ആകെ ചൂടിലാണ്. മൂപ്പർക്ക് പിന്നെ വിശപ്പ് തുടങ്ങിയ എരനെ കിട്ടിയാടുന്നു. ഓരോരുത്തരുടെ ശീലങ്ങളെ. ഞങ്ങൾക്ക് ഞങ്ങളെ ബാപ്പാനെ വിട്ടുതരും. വാപ്പാനെ ഞാൻ വിട്ടുതരാം. നീ ഇവിടെ വാ. ഞാനൊരു രോഗിയാണ്. അതൊന്നും സാരില്ല. നീ വാ. നീ വന്നാലേ വാപ്പാനെ വിട്ടുതരുള്ളൂ. വാ. ഓ, വരാനാ പറഞ്ഞത്. വാടി ഇവിടെ. നടക്കടി അങ്ങോട്ട്. പോയത് പറേ. ഈ കടുവേനെ കാണാൻ പോയതാ? എന്തിനു താത്ത അവന്റെ അടുത്തേക്ക് പോയത്? പാപ്പാനെ വിട്ടുതരാൻ പറയാൻ പോയതാ. എന്തേ അന്റെ ചുണ്ടുമുഖൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് അവര് എന്റെ റബ്ബേ. ഇനി എന്താ ചെയ്യാ? ഈ മനുഷ്യൻ എവിടെ പോയി കിടക്കുക? അല്ല, നിങ്ങളിപ്പോ എവിടേക്ക് നോക്കി? ഞങ്ങൾ ചെമ്പങ്കാട്, പുലിപ്പാറ, വെള്ളിലക്കുന്ന് ഇവിടേക്ക് അരിച്ചു പെറുക്കി. എല്ലമലി റാക്കോടും ഞങ്ങൾ അരിച്ചു പെറുക്കി. അപ്പൊ അവൻ എവിടെയാ പോയിട്ടുണ്ടാകുക? ഇനിയിപ്പോ പുലി പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഉണ്ടാവൂലേ? ഇനി എവിടെയെങ്കിലും പോയി അന്വേഷിക്കണമെങ്കിൽ പറ, നമുക്ക് പോയി നോക്കാന്നേ. ഇനി ആനക്കൊല്ലിമലയും കൂടി നോക്കാണ്ട്. എന്നാ സമയം കളയണ്ട, നമുക്കിപ്പം തന്നെ പോയി നോക്കാം. നിങ്ങൾ എന്തായി പറയണേ? ഈ നേരത്തിന് അവിടെ പോകാൻ പറ്റൂല. പകലെന്നെ ആനറങ്ങുന്ന സ്ഥലമാണ്. ഇപ്പൊ പോണ്ട, രാവിലെ പോയാ മതി. ആ, നീ എവിടെ പോയി വരിക? ഞാൻ പന്തല്ലൂര് മൂപ്പരാനിയന്റെ അടുത്തേക്ക് പോയതാ. അവിടേക്കൊന്നും ചെന്നിട്ടില്ല അത്രേ.
ഞാൻ മൂസാഖാന്റെ മാന. അതെ, മൂസാഖാന്റെ മാൻ തന്നെ. ഈ മാനെ എന്റെ വാപ്പാക്കും കൂടെ അറിയില്ലായിരിക്കാം. വാപ്പ ആദ്യം കെട്ടിയത് എന്റെ ഉമ്മാനെയാണ്. പാലക്കാടുള്ള എരഞ്ഞിമംഗലത്താണ് എന്റെ ഉമ്മാന്റെ നാട്. വാപ്പാനോട് എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. എന്നെ തന്തയില്ലാത്ത മകനാക്കിയ വാപ്പാനോട് എനിക്ക് വൈരാഗ്യമായിരുന്നു. പിന്നെ ഉമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വല്യപ്പയും അമ്മാവന്മാരും കൂടി വാപ്പാനെ തല്ലി ഓടിച്ചതാണ്. ഇപ്പോൾ ഉമ്മ വയ്യാതെ കിടപ്പിലാണ്. ഉമ്മാക്ക് അവസാനമായി വാപ്പാനെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാപ്പാനെ തിരയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഉണ്ടെന്ന് അറിയണത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ മൂപ്പരെ കണ്ടതാണ്. വാപ്പ എങ്ങനെയാ മോനെ മരിച്ചത്? വാപ്പ മരിച്ചതല്ല, വാപ്പാനെ കൊന്നതാണ്. എന്താ വേണ്ടത്? എടാ, ജോമോൻ സാർ കൊന്ന മാതിരി എന്റെ പൈസ നീ കൊന്നില്ലേ? ഈ മനുഷ്യനല്ലടാ, ചെകുത്താനാണ്. എന്റെ പോ കണ്ണീരെനിക്ക് കാണാൻ വയ്യ. അനക്ക് പറ്റാത്തവരൊക്കെ കൊന്ന് പുലിക്കിട്ട് കൊടുക്കും. പുലി കൊന്നാ പിന്നെ കേസില്ലല്ലോ. അതേടാ, എനിക്ക് പറ്റാത്തവരൊക്കെ പുലിക്കിട്ട് കൊടുക്കും. ഈ കടുവ കറുത്ത ജന്തുക്കളാണല്ലോ. ഇവിടെയുള്ള അന്റെ മാതിരി പ്രാണികൾ ഈ കടുവാ ജബ്ബാറിന്റെ ഇരകളാടാ. അന്റെ നരനായട്ടിനി അധികകാലം ഉണ്ടാവില്ല. ജോമോൻ സാർ അന്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇച്ചായനെ കൊന്നവൻ ആരായിരുന്നാലും അവനെ കൊല്ലാം. ഞാൻ പറയും ജോമോൻ സാർ കൊന്ന് ഈയാണെന്ന്. ഈ ചെവിയിൽ നുള്ളിക്കോ. ഈ ജബ്ബാറിനെ ആദ്യമായിട്ടൊരാൾ പേടിപ്പിച്ചു. മണിയാ, ഓനിവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. ഇക്കാര്യം പുറത്തറിയാനും പാടില്ല. എന്നെ വിട്, വിട്, വിട്. എടാ കള്ളപ്പന്നി, ഈ ജബ്ബാറിനെ പേടിപ്പിച്ച് നീ അങ്ങ് പോകാന്ന് വിചാരിച്ചോ? മണിയാ, പുലിമടയിൽ കൊണ്ടുപോയി എറിയടാ പന്നീന്റെ മോനെ.
ആശുപത്രിയിലെത്തി. കുറച്ചു നേരം വാപ്പാക്ക് ബോധമുണ്ടായിരുന്നു. അപ്പോഴാണ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. മരിക്കുന്നതിന് മുമ്പ് എന്നെ മകനെ ഒന്ന് വിളിച്ചിട്ടാണ് മരിച്ചത്. അങ്ങനെ ഉമ്മാക്ക് കൊടുത്ത വാക്ക് നമ്മൾ നിറവേറ്റി. ജീവനോടല്ലെങ്കിലും വാപ്പാനെ മയ്യത്തോണ്ട് കാണിച്ചു കൊടുത്തു. എന്റെ വാപ്പാന്റെ മയ്യത്ത് നിർത്തോട്ടെ, ഓന്റെ കഥ ഞാൻ കഴിക്കും. വേണ്ട മോനെ, നീ ഒന്നിനും പോകരുത്. ഏതായാലും മൂസ നമ്മളെ വിട്ടു പോയില്ലേ, ഇനി കുട്ടികൾക്കും തള്ളയ്ക്കും ഈ ഉള്ളൊരു തുണ. ഒന്നിനും വരണ്ട ചാണ്ടിച്ചായ, നിങ്ങൾ ഇച്ചായനെ കൊന്നത് അവനാണ്. അവനെ വെറുതെ വിടാൻ പാടില്ല. വിടില്ല, വിടില്ല ഞാൻ അവനെ. എന്റെ ഇച്ചാനെ കൊന്ന പട്ടി എനിക്ക് വേണം. നിങ്ങളുടെ കൂടെ ഈ നാട് മുഴുവൻ ഉണ്ടാവും. മൂസാക്കാന്റെ മയ്യത്തെന്ന് എടുത്തോട്ടെ, നമുക്ക് ചെന്ന് കത്തിക്കണം അവനെ. നിങ്ങൾ പറഞ്ഞന്ന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അന്ന് എനിക്ക് പനിയായിരുന്നു. ഇവിടെ വേറെ ആരുമില്ലേ? അവർ ചരക്ക് കൊണ്ടുപോയതാ. കൊറേ കഴിയും വരാൻ. നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടാ. എനിക്ക് സമ്പത്തും ബംഗ്ലാവും ഒക്കെ വേണം. ഇനി മുതല് ഞാൻ നിങ്ങളൊപ്പം എപ്പോഴും ഉണ്ടാവും. മിടുക്കി, നീ ബുദ്ധിയുള്ളവളാ. ഈ കുപ്പിയത്തെ കഴിഞ്ഞല്ലോ. ഇങ്ങള് കുടിക്കണ കാണാൻ നല്ല ചേലുണ്ട്. നീ തന്ന ഇനിയും ഞാൻ കഴിക്കും. ഉള്ളിലുണ്ട്, എടുത്തിട്ട് വാ. കുടിക്കി, ഒറ്റ വലിക്ക് കുടിക്കി. എടാ കള്ള നായേ, നീ എന്താ വിചാരിച്ചത്? ഞാൻ നിന്നെ പ്രേമിക്കണ്ടോ? ഞാൻ നിനക്ക് തന്ന ചാരായത്തില് വിഷം കലക്കിയിട്ടുണ്ടടാ. നീ കൊറേ പാവങ്ങളെ വിഷം കലർന്ന് ചാരായം കുടിപ്പിക്കലില്ലേ? അതുപോലെ നീയും കുടിക്കണം വിഷം. അതേടാ, ഞാൻ നിന്നെ ചതിക്കുകയായിരുന്നു. ഒന്നും അറിയാത്തന്റെ വാപ്പാനും ഫൈസലിനെ നീ കൊന്നില്ലേ? പാവപ്പെട്ട പെൺകുട്ടികളെ നീ പഴപ്പിച്ചു. അന്റെ ഭരണം ഇന്നത്തോടെ അവസാനിക്കണം. ഞാൻ കൊല്ലുവടി.
നിങ്ങൾ ആരും കയറണ്ട, പുറത്തു നിന്നാ മതി. ബാബുട്ടാ, ഞാൻ കൊന്നു. എന്റെ പാപ്പാനും വയസ്സനെ കൊന്നാണ് ഞാൻ കൊന്നു. നീ എന്താ ചെയ്ത്? നിന്നെ അവിടെ കൊടുക്കുക തെരയായിരുന്നു. ബാബുട്ടാ, ഞങ്ങളെ കുടുംബത്തെ ഇല്ലാണ്ടാക്കിയോ ജീവിക്കാൻ പാടില്ല. കൊച്ചെ, എന്തിനാ മോളെ നീ ഇത് ചെയ്തത്? ഇത് ഞാൻ ചെയ്യില്ലായിരുന്നു. മോളെ, അന്നമാര് പെൺകുട്ടികൾ ജയിലിലേക്ക് പോകാൻ പാടില്ല. അന്നെ ഈ നാടിന് വേണം. അതെ, അതാണ് വേണ്ടത്. ബാബുട്ടാ, ഈ നാട്ടിലെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് പേടിക്കാതെ ജീവിക്കണം. ഈ കുറ്റം ഞാൻ ഏറ്റോളാം.